അഖിലാണ്ടേശ്വരിയെ നേരിൽ കണ്ടതോടെ ശിവരാമകൃഷ്ണന്റെ മാനസികാവസ്ഥയൊക്കെ പതിയങ്ങ് മാറി. ഇപ്പൊ നോർമലാ. പിന്നെ നമ്മുടെ മോൾ എന്ത് പറയുന്നു? നന്ദനയ്ക്കും എല്ലാവർക്കും സന്തോഷം തന്നെ. പക്ഷെ ആ സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല. കാരണം അപ്പൊ തന്നെ ആ കല്യാണിയില്ലേ, ആ പഴയ വീട്ടുവേലക്കാരി, അവളേതായാലും ഇപ്പൊ ആനന്ദിന്റെ ഭാര്യയാണല്ലോ. അത് അംഗീകരിക്കാൻ ഇപ്പോഴും അഖില തയ്യാറല്ല. അവളും അഖിലാണ്ടേശ്വരിയും തമ്മിൽ ഒരു തർക്കം. അതെല്ലാം വിശദീകരിച്ച് ഞാൻ വൈകിട്ട് പറയാം. ഇപ്പൊ നീ ഫോൺ വയ്ക്കും മഹേശ്വരി. ശരി, ഓക്കെ. മഹേശ്വരി അങ്ങനെയാ, സംസാരിച്ചാ പിന്നെ ഫോൺ വയ്ക്കേയില്ല. അഖിലേച്ചി മരിച്ചിട്ടില്ല എന്നറിഞ്ഞ സന്തോഷത്തിലായിരിക്കും അല്ലേ? പിന്നെ അതൊരു വലിയ അത്ഭുതവും എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ? അതിലെന്ത് സംശയിക്കുന്നു? അതെ നാരായണേട്ട, എല്ലാവർക്കും വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാ. പക്ഷേ ഈ തൃച്ചംബരത്ത് എന്നും സന്തോഷവും സമാധാനവും നിലനിൽക്കണമെങ്കിൽ ഇവിടെ ചില ശുദ്ധി കലശമൊക്കെ നടത്തണം. ശുദ്ധി കലശോ? ചില കാര്യങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സംസാരിക്കണമെന്ന് തോന്നി. അതാണ് എല്ലാവരെയും ഒരുമിച്ച് വിളിപ്പിച്ചത്. തൃച്ചംബരത്തിന്റെ മാനം നഷ്ടപ്പെടുത്തിയ ചില കുടുംബകാര്യങ്ങൾ എനിക്ക് തുറന്നു പറയേണ്ടി വന്നു. അത് പറഞ്ഞപ്പോ ഇവിടെ ചിലരെന്നെ വെല്ലുവിളിക്കുന്ന പോലെ സംസാരിച്ചു. അതൊരു വെല്ലുവിളിയൊന്നും അല്ലാന്ന് തിരുത്തുമായിരിക്കും. പക്ഷേ എന്റെ പറച്ചിലിന് അതൊരു മറുപറച്ചിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് അതൊരു വെല്ലുവിളിയായി തന്നെ ഞാൻ സ്വീകരിക്കുന്നു. തൃച്ചംബരത്തിന്റെ മരുമകളാകാനുള്ള യോഗ്യതയെപ്പറ്റി പറഞ്ഞപ്പോഴാണ് ആ വെല്ലുവിളി ഉയർന്നത്. അവസരങ്ങൾ കൊടുത്താൽ അത്തരം വെല്ലുവിളികളോ യോഗ്യതാ പരീക്ഷണങ്ങളോ ഏറ്റെടുക്കാമെന്നാണ് എന്റെ മുഖത്ത് നോക്കി പ്രഖ്യാപിച്ചത്. വലിയ പൊസിഷനിലൊക്കെ ഇരിക്കുന്നവരാണല്ലോ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നത്. എന്റെ കൃഷ്ണേട്ടനും ആ പറഞ്ഞ ആളെ അനുകൂലിച്ച് സംസാരിച്ചു. അവസരങ്ങൾ കൊടുക്കണമെന്ന്. അത് ന്യായമാണെന്ന് എനിക്ക് തോന്നി. കൊടുക്കാം. അവസരം ലഭിക്കാത്തതുകൊണ്ട് മലമറിച്ചിടാൻ പറ്റിയില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ. കല്യാണിയുടെ ബ്രാൻഡ് അംബാസിഡർ പദവി തിരിച്ചേൽപ്പിച്ചാൽ ഇന്നേക്ക് 3-ാം ദിവസം കല്യാണി കനേഡിയൻ കമ്പനിയുടെ മുമ്പിൽ ഈ പ്രോജക്ട് അവതരിപ്പിച്ചിരിക്കും. കല്യാണിക്ക് വേണ്ടി അവളുടെ ഭർത്താവായ ഞാനാ ഇതിനുറപ്പ് വരുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നടത്തിയത് ശിവരാമകൃഷ്ണനുമായി ചേർന്ന നന്ദന പുതിയ ബിസിനസ്സുകൾ ആരംഭിച്ചത് അവളുടെ ഭർത്താവായ അരവിന്ദുമായി ചേർന്ന. അതുകൊണ്ട് കല്യാണിക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. ഞാനും ഇവളും ഒരു യൂണിറ്റാ. അമ്മയാണ് കല്യാണിക്ക് ബ്രാൻഡ് അംബാസിഡർ എന്ന കിരീടം വെച്ചു കൊടുത്തത്. ആ കിരീടം അമ്മ തന്നെ തിരിച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്നേക്ക് 3-ാം ദിവസം ഈ പറഞ്ഞ പ്രോജക്ട് കല്യാണി അവതരിപ്പിച്ചിരിക്കും. ഇത് ദേഷ്യമോ വെറുപ്പോ പകപോക്കലോ ഒന്നുമല്ല.
എന്നിലേക്ക് അടുക്കാൻ ഞാൻ അവളെ സഹായിക്കല്ലേ ചെയ്യുന്നത്. സഹായം വാക്കുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ അവളെ ഉപദ്രവിക്കാതിരിക്കുന്നതാണ് നിന്റെ ഭാഗത്തു നിന്നും അവൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സഹായം. എന്താകില്ല, നീ ആത്മാർത്ഥമായിട്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അടുക്കളക്കാരിക്കപ്പുറം എന്തെങ്കിലും യോഗ്യതകളോ കഴിവുകളോ ഉണ്ടോ എന്ന് തെളിയിക്കാൻ നീ അവസരം നൽകിയിരിക്കുന്നത് കല്യാണിക്കാണ്, അല്ലാതെ ആനന്ദിനല്ല. ആനന്ദിനായിരുന്നെങ്കിൽ അത് അവൻ സംസാരിച്ചത്. കല്യാണി അത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അവൾ കമ്പനിയുടെ ചുമതലയുള്ള ആളാണെന്ന് തെളിയിക്കേണ്ടതുണ്ട്. അതാണ് ആ ആവശ്യം ന്യായമാണെന്ന് ഞാൻ പറഞ്ഞത്. ഒരാൾക്ക് ഓട്ട മത്സരത്തിനുള്ള അവസരം കൊടുത്താൽ അയാൾക്ക് ഓടാനുള്ള ട്രാക്ക് കൂടെ കാണിച്ചു കൊടുക്കണം. അതല്ലേ വേണ്ടത്. അല്ലാതെ കല്യാണിയെ ഇനിയും ഇവിടെ ഇട്ട് അവമാനിക്കാനാണ് ശ്രമമെങ്കിൽ അത് ശരിയല്ല. അവരവരുടെ വഴിക്ക് വിട്ടേക്ക്. അവർക്ക് ജീവിക്കാനറിയാം. ഇങ്ങനെ സ്വാർത്ഥത പാടില്ലാകില്ല. അത് തെറ്റാണ്. അഖിലേച്ചി എന്ത് സ്വാർത്ഥത കാണിച്ചു എന്നാ ശിവരാമേട്ടൻ പറയുന്നത്? അഖിലേച്ചിയുടെ ഒന്നാമത്തെ ശത്രുവാണവൾ. ചേച്ചിയുടെ പേരിൽ കേസ് കൊടുക്കുകയും തൃച്ചംബരത്ത് പോലീസുകാർ കയറി നിരങ്ങുകയും ചെയ്തതിന് അവള് മാത്രം കാരണം. വിലാസിനി, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പരസ്പരം ക്ഷമിച്ചും വിട്ടുവീഴ്ചകളോടെ പലതും പരിഹരിച്ചുമാണ് ഒരു കുടുംബത്തിലെ സമാധാനം നിലനിർത്തേണ്ടത്. അതിനിടയ്ക്ക് അനാവശ്യമായ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് മറ്റുള്ളവരുടെ മനസ്സിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കരുത്. ചെറിയ മുറിവിനെ വലിയ വ്രണമാക്കി മാറ്റരുത്. എന്റെ വാക്കുകൾ കൂടി കേക്ക് ശിവരാമേട്ട. ഞാനും ഈ തൃച്ചംബരത്തെ ഒരു അംഗമല്ലേ? വിലാസിനെ പറയട്ടെ. പറയ. കല്യാണിയെ ഇനിയും കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കരുത്. കാരണം ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയാൽ അതെല്ലാവരും അറിയുന്ന കാര്യ. മാധ്യമങ്ങൾ അത് വലിയ വാർത്തയാക്കും. കല്യാണി ചെയ്യാൻ പോകുന്നത് ഒരു യോഗ്യതാ പരീക്ഷണം മാത്രം. ആ പരീക്ഷണത്തിൽ അവൾ തോറ്റുപോയാൽ കൊടുത്ത ബ്രാൻഡ് അംബാസിഡർ പദവി പെട്ടെന്ന് പിൻവലിക്കാൻ പറ്റുമോ? അത് തിരിച്ചെടുക്കാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ തിരിച്ചെടുത്താൽ അതും വലിയ വാർത്തയാകും. നാണം കെട്ട വാർത്ത. ഈ കുടുംബത്തിൽ ബാക്കി നിൽക്കുന്ന അന്തസ്സും അഭിമാനവും എല്ലാം അതോടെ തീർന്നു കിട്ടും. ഏതായാലും ഈ പരീക്ഷണത്തിൽ അവള് തോറ്റുപോകും. അത് 100% ഉറപ്പാ. കറികൾക്ക് ഉപ്പ് നോക്കുന്ന അടുക്കളക്കാരി കല്യാണിക്ക് എന്ത് പ്രോജക്റ്റ് അറിയാം? ഇതൊക്കെ തട്ടിപ്പല്ലേ ചേച്ചി? ആനന്ദും അവളും കൂടി ചേർന്ന് ചേച്ചിയെ പറ്റിക്കാൻ നടത്തുന്ന നാടകം. വിലാസിനി, ശിവരാമേട്ടൻ ശുദ്ധഗതിക്കാരന് കള്ളത്തരങ്ങളൊന്നും അറിയില്ല. അതാ ഇതിലൊക്കെ വിശ്വസിക്കുന്നത്. കല്യാണിയുടെ ലക്ഷ്യം തൃച്ചംബരത്തിന്റെ സിംഹാസനം, അതായത് അഖിലേച്ചിരിക്കുന്ന കസേര. ആരെ തകർത്തും ആ കസേരയിൽ കയറിപ്പറ്റാൻ കല്യാണി എന്ത് വേഷം കെട്ടു ഇറക്കും അതെനിക്കറിയാം. വിലാസിനി പോ. അഖിലെ തലച്ചുവിട്. അവളാലോചിക്കട്ടെ. എന്താലോചിക്കാൻ? കല്യാണിയെ ഇനിയും ബ്രാൻഡ് അംബാസിഡറായി വാഴിക്കാനാണെങ്കിൽ അവൾ ഈ കുടുംബത്തിന്റെ അടിത്തറ മാറ്റിയിരിക്കും. ചേച്ചി ആലോചിക്ക. അഖില, മറ്റാരുടെയും വാക്കുകളെടുത്ത് മനസ്സിലിട്ട് നീട്ടാതെ നീ സ്വതന്ത്രമായി ആലോചിക്ക. ഞാൻ ഏതായാലും അവർക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തിനകം നീ അവർക്ക് മറുപടി കൊടുക്കുമെന്ന്. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്തായാലും മറുപടി കൊടുത്തേ പറ്റും. അത് അവർ അംഗീകരിക്കുകയും ചെയ്യും.
എന്താ അരവിന്ദ്, എന്തെങ്കിലും കണ്ടെത്തിയോ? അതെ, നീ ഇവിടെ വന്നിരിക്കും. നോക്ക്. നോക്ക്, ഇതാണ് അമ്മ പറഞ്ഞ കനേഡിയൻ കമ്പനി, ഗുഡ് ഹോപ്പ് ഇന്റർനാഷണൽ. ഇതങ്ങനെ സാധാരണ കമ്പനിയൊന്നുമല്ല. വേൾഡ് വൈഡ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു വലിയ കമ്പനിയാണ്, ഒരു ഇന്റർനാഷണൽ കമ്പനി. ഓ, ശരിയാണല്ലോ. സൗത്ത് ഇന്ത്യയിൽ ഈ കമ്പനി ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയിട്ട് ഇവരെ അസോസിയേറ്റ് ചെയ്യുമ്പോഴേ നമ്മുടെ കമ്പനി എല്ലായിടത്തും അറിയപ്പെടും. ഇതൊരു മെഗാ പ്രൊജക്ട് ആയിരിക്കും. നീ ലാബ് ഒന്ന്. പിന്നെ ഭാരിച്ച ചുമതലയായിരിക്കും എല്ലാവർക്കും. അതൊരു ത്രില്ലല്ലേ അരവിന്ദ്, നമ്മളെല്ലാരും ഇല്ലേ. പിന്നെ ആനന്ദ് മുമ്പിലുള്ളപ്പോ എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പമല്ലേ. അതെ അതെ, ബ്രോ ഇതിൽ ജോയിൻ ചെയ്യുന്നോണ്ടാ എനിക്ക് ഈ കാര്യത്തിലൊരു ഇൻട്രസ്റ്റ്. അതെ, നമ്മൾ എന്ത് പ്രൊജക്ട് ആയിരിക്കും കണ്ടെത്തേണ്ടത്? അതാണല്ലോ പ്രധാന കാര്യം. ഹാൻഡ്ലൂം ആയാലോ? ഹാൻഡ്ലൂം അതൊന്നും ഒരു പുതുമയില്ലെന്നേ. കേരളത്തിൽ ഒത്തിരി ഇല്ലേ. ചായ. ടൂറിസം ആയാലോ? ടൂറിസം ഒന്നും ഈ പ്രത്യേക സാഹചര്യത്തിൽ പറ്റില്ല. മാത്രമല്ല, ടൂർ ഓപ്പറേറ്റിംഗിന് എണ്ണിയാൽ ഒതുങ്ങുന്ന ഗ്രൂപ്പുകൾ ചെറുതും വലുതായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. കേരളത്തിലെ ഒരുപാട് കായലുകളും പുഴകളും ഇല്ലേ. നമുക്ക് ഈ കായൽ സമ്പത്തിന് എന്തെങ്കിലും പ്രത്യേക തരം ഫുഡ് പ്രോഡക്ട്സിനെ കുറിച്ച് ആലോചിച്ചാലോ? എടി, പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോ അതിന്റെ നെഗറ്റീവ് കൂടി ചിന്തിക്കേ. അതൊന്നും ശരിയാവില്ല. ബ്രോ ഇരിക്കൂ. എന്തായാലും എന്നെ കാണണമെന്ന് പറഞ്ഞേ? വിളിച്ചതേ പുതിയ ബിസിനസ് പ്രൊജക്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ തന്നെയാ. കുറച്ചെനിക്കും ബാക്കി വയ്ക്കുക. അയ്യടാ, ഇത് എനിക്ക് മാത്രാണേ. അരവിന്ദ് വേണോ? കല്യാണി മോളെ, വെരി ഗുഡ്. അഭിനന്ദനങ്ങളും ആശംസകളും. സന്തോഷമായി. ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല. പക്ഷേ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തത് പ്രവർത്തിക്കുന്നതാണല്ലോ അഖിലയുടെ ഒരു രീതി, അഖിലയുടെ ഒരു സ്വഭാവം. ഇപ്പോൾ കൈവന്ന സന്തോഷത്തിൽ മതിമറക്കുകയല്ല വേണ്ടത്. സന്തോഷിക്കാം, പക്ഷേ അതിനോടൊപ്പം നീ തന്നെ ചോദിച്ചു വാങ്ങിയ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അതിനെക്കുറിച്ച് ബോധവതിയായിരിക്കണം. ആ ഉത്തരവാദിത്വം വളരെ കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും നിർവഹിക്കുമ്പോഴാണ് ആ പദവിയുടെ മഹത്വം മനസ്സിലാവുന്നത്. ഏറ്റെടുത്ത ജോലി അത്ര എളുപ്പമാണെന്ന് ഒരിക്കലും വിശ്വസിക്കരുത്. നീ പ്രോജക്ട് ഡിസൈൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനി ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ്. ലോകത്തിലെ എല്ലാ ബിസിനസ് രാജാക്കന്മാരും ഉറ്റുനോക്കുന്ന കമ്പനി. അതിൽ വിജയം നേടണം. നീ നേടുന്ന വിജയം ആകാശത്തോളം ഉയർന്നതായിരിക്കും. അത് ചിന്തിക്കണം. നാളെ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള നിന്റെ സെറിമണിയാണ്. അത് നടക്കട്ടെ. അതല്ല വിഷയം. ഉത്തരവാദിത്വം, സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട നിന്റെ ഉത്തരവാദിത്വം, അത് മറക്കരുത്. അതെ, പിന്നെ ഈ ടെൻഷനൊന്നും അടിക്കണ്ട, നമുക്ക് സെറ്റാക്കാം.
സന്തോഷായില്ലേ? വാ, നമുക്ക് പോവാം. ദാ, താങ്ക് യു. മാഡം, ഞാൻ പണ്ടേ കണ്ടവരുടെ കേക്കൊന്നും വാങ്ങിച്ച് കഴിക്കാറില്ല. അമ്മയോ നിന്നെ. ഇനി എന്താ നിനക്ക് വേണ്ടേ? അമ്മേ, അമ്മയോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അമ്മ പറഞ്ഞത് പ്രകാരം ഞങ്ങൾ കാര്യങ്ങളെല്ലാം നീക്കിയിട്ടുണ്ട്. ഗുഡ് ഹോപ്പ് ഇന്റർനാഷണൽ കമ്പനിക്ക് മെയിൽ അയക്കുകയും അവരോട് നേരിൽ കണ്ട് ഈ 2500 കോടിയുടെ പ്രോജക്റ്റ് അവതരിപ്പിക്കുകയും ചെയ്യും. കല്യാണി തന്നെയാ ഈ പ്രോജക്റ്റ് അവതരിപ്പിക്കുന്നത്. അവൾ അതിൽ വിജയം നേടുകയും ചെയ്യും. നാളെ തന്നെ ഇതിന്റെ പ്രസന്റേഷന് ഞങ്ങൾ ക്ഷണിച്ചിരിക്കുക. അവൾ അതിന് പോവും. ഇനി പറയുന്നത് അമ്മ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതൊരു ബിസിനസ്. ബിസിനസ് ആവുമ്പോ എല്ലാം ബിസിനസ് വ്യവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകണം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ബിസിനസ് പ്രോജക്റ്റ് അവതരിപ്പിച്ച് വിജയം നേടുന്നത് കല്യാണിയല്ലേ? കല്യാണി വെറും ബ്രാൻഡ് അംബാസിഡർ മാത്രമാ, ഡയറക്ടർ ബോർഡ് മെമ്പറൊന്നുമല്ല. കല്യാണി ഈ ബിസിനസ് ഡീൽ ഉറപ്പിക്കുമ്പോ അവൾക്കും അതിന്റെ ലാഭവിഹിതം കൊടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ലാഭവിഹിതത്തിന്റെ 50% അവൾക്ക് കൊടുക്കാൻ അമ്മ തയ്യാറാണോ? അതിനമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ മാത്രമേ കല്യാണി ഈ ദൗത്യം ഏറ്റെടുക്കൂ. കണ്ടോ കണ്ടോ, ഇവന്റെ ഇവളുടെ മനസ്സിലിരിപ്പ് പുറത്തു വന്നത്. അയ്യോ എന്റെ ചേച്ചിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല ഇവരുടെ തന്ത്രങ്ങള്. ചേച്ചിയുടെ സന്മനസ്സുകൊണ്ട് ഇവളെ പിന്നെയും ബ്രാൻഡ് അംബാസഡർ ആക്കി. അത് കയ്യെ കിട്ടിയ ഉടനെ എത്ര പെട്ടെന്നാ പ്ലേറ്റ് തിരിച്ചു വെച്ചത്. ഇതാ പറയുന്നത് നാനഞ്ഞിടം കുഴിക്കുന്ന പരിപാടിന്ന്. ഇളയമേ ഒന്ന് അടങ്ങ്. അല്ല, ബ്രോ പറഞ്ഞതിലിപ്പോ എന്താ തെറ്റ്? ഇവിടെ എല്ലാരും ബിസിനസ്സുകാരാ. അച്ഛനും അമ്മയും ബ്രോയും ഞാനും നന്ദനും ഒക്കെ ബിസിനസ്സുകാരാ. ഇളയമേ ജോലി ചെയ്തവർക്ക് അതിന്റെ കൂലി കൊടുത്തല്ലേ പറ്റുള്ളൂ. അതാണല്ലോ അതിന്റെ രീതിയും ന്യായൊക്കെ അല്ലേ? ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഒരു വാടക വീട് എടുക്കണമെങ്കിൽ അതിന് ഇടനില എന്ന ബ്രോക്കർക്ക് നമ്മൾ കമ്മീഷൻ കൊടുക്കണ്ടേ? കൊടുക്കണം. അതുകൊണ്ട് ബ്രോ പറഞ്ഞത് ന്യായമാണെന്നാണ് എന്റെ അഭിപ്രായം. അപ്പോ ബിസിനസ് ചെയ്യുമ്പോ ഇത് കൊടുത്തേ പറ്റൂ. നമ്മളിപ്പോ പലർക്കും കൊടുക്കുന്നില്ലേ, പല ഏജൻസികൾക്കും നമ്മളിത് കൊടുക്കുന്നതല്ലേ. കൊടുക്കാറൊക്കെ ഉണ്ട്. പക്ഷെ കുടുംബാംഗങ്ങൾ തന്നെ കമ്മീഷൻ ചോദിക്കുന്നത് ആദ്യമായിട്ടാ ഞാൻ കേൾക്കുന്നത്. അങ്കിളെ, ഇതൊരു ബിസിനസ് ആണല്ലോ. കുടുംബാംഗങ്ങൾ വേറെ. അതിപ്പോ കുടുംബാംഗമാണെങ്കിൽ കല്യാണി ഡയറക്ടർ ബോർഡിൽ ഇല്ലല്ലോ. അതാണ് ബ്രോ ഇങ്ങനൊരു വ്യവസ്ഥ വെച്ചതേ. അത് ന്യായാണല്ലോ, ശരിയല്ല അങ്കിളെ? ചേച്ചി, ഇളയമേ, ഇളയമൂന്ന് അടങ്ങളയമേ. അതെ, ഇവിടെ അച്ഛനും അമ്മയുണ്ടല്ലോ, അവര് സംസാരിച്ചോ. ഇപ്പൊ ബിസിനസ്സുകളിൽ ഇതുപോലെ ലാഭവിഹിതം ചോദിക്കുന്നതും കൊടുക്കുന്നതും സർവ്വസാധാരണമാണ്. എന്റെ അനുജൻ വരെ യു എയിൽ പോയി പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്.
ലാഭവിഹിതത്തിൽ ഒരു ഷെയർ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പഴു ഇതെന്താ ഇവിടെ വച്ചേക്കുന്നേ? പഴമെങ്കിൽ പഴം. എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് കയറും. ഗ്യാസ് കയറിയ സുജാത ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈ വേസ്റ്റ് ആവും. ഇത് അമ്പലത്തിലെ വഴിപാടിന്റെ പ്രസാദമാണല്ലോ. ആന്റിയും കല്യാണി പോലെ അമ്പലപ്രാവായി തുടങ്ങിയോ? പ്രസാദമെങ്കിൽ പ്രസാദം. ഇതെന്താ ചരട്? ഇത് അഖിലാന്റിയുടെ പ്രേതത്തെ കണ്ട് പേടിക്കാതിരിക്കാൻ വിലാസിനി ആന്റി ജപിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നതായിരിക്കും. ചില്ലറ കെടുതികളല്ലല്ലോ അഖിലാന്റി ജീവിച്ചിരുന്നപ്പോ വിലാസിനി ആന്റി ചെയ്തു കൂട്ടിയത്. ഇതേതായാലും എന്റെ കയ്യിൽ കെട്ടിയേക്കാം. ഇനി ഏതായാലും പ്രേതത്തെയും ഭൂതത്തെയും ഒന്നും പേടിക്കണ്ടല്ലോ. ഇതെന്താ ഒരു പേപ്പർ? മന്ത്രോ? ഓഹോ, ആന്റിക്ക് ഇപ്പൊ ഇതൊക്കെയാണ് പരിപാടിയല്ലേ? ഓം ക്രീം ക്രീം. ഓ, നാക്കൊടുക്കുന്നല്ലോ. എന്നോടാ കളി. ഇത് തെറ്റ് കൂടാതെ ഞാൻ വായിച്ചിരിക്കും. ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യട്ടെ. ഓം ക്രീം ക്രീം അന്ത്രു ക്രീം ക്രീം അന്ത്രു ഹ മണ്ഡല കിണ്ടല ഡിമിം ഡിമി ഡിം ഡിം ദണ്ഡമുണ്ട കുണ്ടലാം. എന്നോടാ കളി. അയ്യോ അയ്യോ, ക്ഷമിക്കണേ. ഓം ക്രീം ക്രീം രക്ഷിക്കണേ. എപ്പോഴാ വിശപ്പ് കയറിയത്? ആന്റി, എനിക്ക് വിശക്കുന്നുണ്ടേ. നീരാട്ടൊക്കെ കഴിഞ്ഞ് ആന്റി ഇറങ്ങുമോ? ഞാൻ വരാവേ. എന്റെ ചിക്കൻ ഫ്രൈ എന്തായോ എന്തോ. എനിക്ക് വയ്യ. സുജാതേ, ഒന്ന് വേഗം കൊണ്ടുവാ. ചിക്കൻ ഫ്രൈ കഴിക്കാലോ. എന്താടി പോയി നോക്കണേ? എന്റെ വയറ് കിടക്കാതെ വെള്ളം എടുത്തിട്ട് പാടി. അടിച്ചോ? മിണ്ടരുത്. ഗന്ധർവനോട് കോപിക്കുന്നു. അപ്സരസുകൾ എന്നെ സ്വന്തമാക്കാൻ താഴെ കാത്തു നിൽക്കുമ്പോ നീ എന്നോട് ആജ്ഞാപിക്കുന്നു. ഇടി പ്രാന്തി,
ഹാളിൽ കാത്തിരിക്കുന്നത് അപ്സരസല്ല, നല്ല ഉഗ്രൻ രക്തദാഹിയായ യക്ഷിയ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി. നീ ചെന്നങ്ങോട്ട് കേറിക്കൊടു. അപ്സരസിന് നാമധേയമോ? കിടിയടി, എന്റെ അടുത്ത് അഭ്യാസം കാണിച്ചാലുണ്ടല്ലോ, ഗന്ധർവനോ മാടനാണെന്നൊന്നും ഞാൻ നോക്കില്ല. നിന്റെ തലമുണ്ട ഞാൻ അടിച്ചു പൊളിക്കും. ഓ, ആ ദുർമന്ത്രവാദി ജപിച്ചു തന്ന പഴവും എടുത്ത് തിന്നിട്ട് രാത്രി ഡൈനിങ് ടേബിളിന്റെ അടിയിൽ കിടന്ന് ഉറങ്ങിയതും പോരാഞ്ഞ് അവള് മണ്ടത്തരം കാണിക്കുന്നു. ദേ, നീ ആ ഡൈനിങ് ടേബിളിന്റെ അടിയിൽ കിടന്ന് ഉറങ്ങുന്നത് ആ അഖിലാണ്ടേശ്വരി എങ്ങനെ കണ്ടിരുന്നെങ്കിലുണ്ടല്ലോ, ഗന്ധർവന്റെ ശവടൊക്കെ ആയിരുന്നേനെ ഇന്ന്. ഗന്ധർവന് മരണമോ? ദേ ജയന്തി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ ഇങ്ങനെ ഓരോ പ്രാന്ത് കണിക്കാൻ തുടങ്ങിയ വല്ല പ്രാന്താശുപത്രിയിലും കൊണ്ടു ചെന്ന് ആക്കും ഞാൻ. നല്ലൊരു ഷോക്ക് കിട്ടിയാ മാറാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. ജയന്തിയോ? ഞാനോ? എനിക്ക് ഷോക്ക് തരോടി നീ? ജയന്തി പറടി. വേണ്ട, ഷോക്ക് തരോ നീ? അയ്യോ, ഗന്ധർവൻ ഇരട്ട പേരിട്ട് വിളിക്കുന്നു. ജയന്തി, നിന്നെ ഞാൻ നിന്നെ ഞാൻ അയ്യോ, ശരിയാക്കി തരാം. എന്റെ അമ്മ രക്ഷപ്പെട്ടു. തിരി അണഞ്ഞ കണ്ടില്ലേ, അതും കത്തിക്കുമോളെ. താലി കെട്ടേണ്ട മുഹൂർത്തമായി. ഇനി ആരെങ്കിലും വരാനുണ്ടോ? വരാനുണ്ട്. തിരുച്ചമ്പരത്തെ അഖിലാണ്ടേശ്വരി മാഡവും ശിവരാമൻ സാറും കല്യാണത്തിന് വരാമെന്ന് വാക്ക് തന്നതാ. ഒന്ന് വിളിച്ചു നോക്കൂ. വധൂവരന്മാരോട് വരാൻ പറയൂ. ആ ആ ഹലോ മാഡം, ഞാനാ. അന്ന് മാഡത്തെ കാണാൻ വന്നിരുന്ന ഇന്ന എന്റെ മോടെ കല്യാണം. അയ്യോ, കൈ പിടിച്ചു കൊടുക്കൂ.
ഇനി രണ്ടുപേരും മാഡത്തിന്റെ സാറിന്റെ അനുഗ്രഹം വാങ്ങും. ദൈവം അനുഗ്രഹിക്കട്ടെ. ദീർഘസുമംഗലീഭവ. പ്രോജക്റ്റ് കിട്ടുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല വല്യുഞ്ഞെ. നീ സമാധാനത്തോടെ ഇരിക്കുകയല്ലേ നീ? റിസൾട്ട് വരട്ടെ. എന്താ അരവിന്ദ്, എന്താ റിസൾട്ട് അനുകൂലമല്ലേ? പിന്നെ ബ്രോ, പ്രതീക്ഷ പോലെ തന്നെ പ്രൊജക്ട് കയ്യിൽ നിന്നങ്ങോട്ട് കൺഗ്രാറ്റുലേഷൻസ് കല്യാണി. ആ പ്രൊജക്ട് നമുക്ക് എന്നെ കിട്ടി ബ്രോ. എന്താ നീ കുഞ്ഞെ, സത്യമാണോ ഇത്? അതേ സത്യമാണ്. പ്രൊജക്ട് നമുക്ക് തന്നെ കിട്ടി. എന്നെ വിളപ്പുറത്തമ്മേ, നേര്. അവർക്ക് ആക്ച്വലി ആ പ്രോജക്റ്റ് അത്രയേറെ ഇഷ്ടപ്പെട്ടു. വല്യുഞ്ഞെ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒന്ന് വിശ്വസിക്കുകയല്ലേ? സാറ് രവിവർമ്മൻ സാറോ? എന്റെ സംശയം ശരിയായി. കല്യാണി എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു സംശയം തോന്നി, സാറായിരിക്കുമെന്ന്. അല്ല, സാറിവിടെ? അതൊരു സർപ്രൈസ്, അത് പറയാം. എനിക്ക് കൺഗ്രാജുലേഷൻസ് കല്യാണി. അവളെ അവിടുത്തെ മഹാറാണിയാക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുക ആനന്ദും അരവിന്ദും ഒക്കെ. ഇതൊക്കെ കണ്ട് ഒരക്ഷരം മിണ്ടാതെ ചിരിച്ചോണ്ട് മാറി നിന്നാ ഇനിയുള്ള കാലം എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ ജീവിച്ചു പോവാം. മഹാറാണി പട്ടം മോഹിച്ച എനിക്ക് ദാസിപ്പട്ടമെങ്കിലും കിട്ടുമല്ലോ. അതാ ഇപ്പൊ ഒരു ആശ്വാസം. വിലാസിനേന്റി പ്രിയങ്കയുടെ ഹൃദയത്തിലേക്കാ കുത്തുവാക്കുകൾ അയക്കുന്നത്. എന്നാലും ഒരു കാര്യം ഓർമ്മിക്കുന്നത് നല്ലതാ. പരാജയം 1000 വിജയങ്ങൾ ആഘോഷിക്കാനുള്ള ആവേശമാണ് ഈ പ്രിയങ്കയ്ക്ക് നൽകുന്നത്. ശത്രു ശക്തരായി വരുമ്പോഴേ എന്റെ യുദ്ധമുറകൾക്ക് വീറും വാശിയും വരൂ. പിന്നെ രക്തം കണ്ടേ ഞാൻ യുദ്ധം അവസാനിപ്പിക്കും. ഇനി മുതൽ എന്റെ പ്രഥമ ശത്രു കല്യാണിയാണ്. കല്യാണി മാത്രം. ചേച്ചി, കല്യാണി, ഞാൻ കാത്തു നിൽക്കുമായിരുന്നു. അഭിനന്ദനങ്ങൾ.
എനിക്ക് ഒത്തിരി സന്തോഷായി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇത്. ഇത്രയും വലിയൊരു കാര്യം നീ പഠിച്ചു, അത് വലിയ വലിയ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ച് വിജയിക്കുകയും ചെയ്തു. നിന്നെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കല്യാണി. വളരെ സന്തോഷം. ഓ പിന്നെ ഒറ്റ മണിക്കൂർ കൊണ്ട് അറബിക്കടൽ നീന്തി കയറി വന്ന് ഗിന്നസ് ബുക്കിൽ കയറി എന്നൊക്കെ പറയുന്ന പോലെ മഹാകാര്യമല്ലേ ചെയ്തിട്ട് വന്നേക്കുന്നേ. കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ആന്റി എന്നോട് എല്ലാം പറഞ്ഞു. ആനന്ദേട്ടനും അരവിന്ദേട്ടനും നന്ദനയും കൂടി ഉറക്കം ഉളച്ചിരുന്ന് ഇവൾക്ക് എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. ആ പ്രോജക്റ്റ് അവതരിപ്പിക്കാനാ ഇവള് പോയത്. പ്രോജക്റ്റ് കേൾക്കാൻ വന്നത് ഏതോ ഒരു രവിവർമ്മൻ. അയാളെ എങ്ങനെയൊക്കെയോ സ്വാധീനിച്ച് എല്ലാരും കൂടി പ്രോജക്റ്റ് അംഗീകരിപ്പിച്ചു. എന്നിട്ട് ഇവള് ഒറ്റയ്ക്ക് പ്രോജക്റ്റ് അവതരിപ്പിച്ചു, വിജയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നേക്കുവാ. ഇതൊക്കെ അരി ആഹാരം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കോ? വിലാസിനാന്റിയെ ഇപ്പൊ എന്നോട് എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞേ ഉള്ളൂ. നിന്നെ 10 പറയാനും പറഞ്ഞു. നീ എന്ത് വിചാരിച്ചു? ഇത്തരം തന്ത്രങ്ങളൊക്കെ കാണിച്ച് ഒരു ഫയലും ഒപ്പിടിപ്പിച്ചോണ്ട് ഇങ്ങോട്ട് വന്ന അഖിലാന്റി എന്താ നിന്നെ ഇവിടെ കെട്ടിലമ്മയുടെ വാഴിക്കൊന്ന് വിചാരിച്ചോ? അവള് തൃച്ചംബരത്തിന്റെ മഹാറാണിയായിട്ട് വാഴാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ചില്ലറ മോഹങ്ങൾ വല്ലോ ആണോ? അന്തസ്സും ആഭിജാത്യവും കുലമഹിമയുമുള്ള തൃച്ചംബരത്തിന്റെ അനന്തരാവകാശി. അതിനൊക്കെ തറവാടിത്തം വേണം, പാരമ്പര്യമുള്ള പൈതൃകം വേണം. ഏതോ ഓണം കേറാ മൂലയില് ഒരു മാടത്തിലൊരു ഡ്രൈവറുടെ മകളായി ജനിച്ച നിനക്ക് എവിടെന്നാടീ പാരമ്പര്യം? അവള് അകത്തമ്മയാവാൻ വേണ്ടി ഒരുങ്ങുന്നു. നിന്റെ അഭ്യാസമൊക്കെ കണ്ട് എല്ലാം അങ്ങ് വിശ്വസിക്കാൻ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരം അത്ര മണ്ടിയൊന്നും അല്ല. നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നന്നായിട്ട് അറിയാടി അഖിലാന്റിക്ക്. നീ ഈ തൃച്ചംബരം മൊത്തത്തിൽ വിഴുങ്ങാൻ ഇറങ്ങി തിരിച്ചവളാണെന്നും നിന്റെ ഉദ്ദേശം ഇവിടത്തെ സ്വത്തുക്കള് കൈക്കലാക്കാനാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അത് അഖിലാന്റിക്കും കഴിഞ്ഞ കുറെ നാളുകളായിട്ട് മനസ്സിലായിട്ടുണ്ട്. വിവരവും വിദ്യാഭ്യാസവും 7 അയൽവക്കത്തൂടെ പോയിട്ടില്ല. അവൾ ഇവിടത്തെ ആനന്ദേട്ടനെ തട്ടിയെടുത്തതും പോരാ, ഇവിടത്തെ കെട്ടിലമ്മ ചമയാൻ വേണ്ടി നോമ്പ് നോക്കുന്നു. പലപ്പോഴും നിന്നെ നന്ദന എന്നല്ല വിളിച്ച് അദ്ദേഹം സംബോധന ചെയ്തത്, മോളെന്ന് വിളിച്ച. മക്കൾ അവരുടെ അപ്പപ്പോഴുള്ള വിജയത്തിനു വേണ്ടി അച്ഛനമ്മമാരെ തള്ളിപ്പറഞ്ഞേക്കാം. പക്ഷേ വന്നു കയറിയ മരുമകൾ അതിന് കൂട്ടുനിൽക്കരുത്. തിരുത്തണം. തിരുത്തേണ്ട സ്ഥലത്ത് തിരുത്തി കൊടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. മോളെ, വന്നു കയറുന്ന മരുമകളുടെ മനസ്സാ ഒരു കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവും നിശ്ചയിക്കുന്നത്. എന്റെ മോൾക്കത് കഴിയും. അച്ഛന് ഉറപ്പാ. നീ എന്താ പ്രിയങ്ക എത്ര ആലോചിക്കുന്നത്? അല്ല ശ്രീയേട്ടാ, ഈ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ പ്രതികരണ ശേഷിയൊക്കെ നഷ്ടപ്പെട്ടു പോയോ? നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും അഖില ഒരു വാക്കുകൊണ്ട് പോലും പ്രതികരിച്ചില്ലല്ലോ. എങ്ങനെ പ്രതികരിച്ചാലും അഖിലയെയും തൃച്ചംബരത്തെയും നശിപ്പിക്കുവാനുള്ള നമ്മുടെ യുദ്ധം അനുസ്യൂതം തുടരുക തന്നെ ചെയ്യുമെന്ന് അഖിലയ്ക്ക് നന്നായിട്ടറിയാം.
അതൊന്നും ആയിരിക്കില്ല. അഖിലയുടെ മൗനം എപ്പോഴും അപകടമാണെന്ന് ഓർക്കണം. അഖില നമുക്കെതിരെ എന്തെങ്കിലും വലിയൊരു തന്ത്രം ആവിഷ്കരിച്ചിട്ടുണ്ടാകാം. നമ്മൾ എപ്പോഴും സൂക്ഷിച്ചിരിക്കണം. എന്തായാലും അഖിലയെ പിടിച്ച് കുറച്ചു ദിവസം തടവിലിടാൻ കഴിഞ്ഞല്ലോ. അതോടെ അഖില ഒന്ന് തളർന്നു. എന്റെ പ്രിയങ്കെ, അഖില അങ്ങനെ തളരുന്ന കൂട്ടത്തിൽപ്പെട്ടതൊന്നും അല്ല. ആ സ്ത്രീ ഒരു അപൂർവനോ. ഏതൊരു കൊടുങ്കാറ്റിലും കടപുഴകാത്ത വടവൃക്ഷമാണ് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. നാഗമഠത്തുകാർക്ക് മാത്രമേ അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഒരു കാർ വരുന്നുണ്ടല്ലോ. അത് ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നത്തിന്റെ പിറകെ അലയുന്ന മറ്റൊരു വിചിത്ര ജീവി, തൃച്ചംബരത്തെ വിലാസിനി. അകറ്റി നിർത്തിയാൽ അപകടകാര്യം. അതുകൊണ്ട് ഈ മാരണത്തെ നമ്മൾ കുറച്ചൊക്കെ സഹിച്ചേ പറ്റൂ. ആന്റി ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. ദേ ആന്റി കൺമുമ്പില്. ഞാൻ ദേവതയൊന്നും അല്ല. നീ മനസ്സിൽ വിചാരിക്കുമ്പോഴൊക്കെ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ. വിലാസിനി ആന്റി ദേവതയൊന്നുമല്ല. കോസല രാജ്യം കലക്കിയ മന്ദരയുടെ പുനർജന്മമാണെന്ന് എല്ലാവർക്കും അറിയാം. ആന്റി വിശേഷങ്ങളൊക്കെ പറ. അത് പറയാനാണല്ലോ വന്നത്. തൃച്ചംബരത്ത് ശിവരാമകൃഷ്ണൻ വീണ്ടും ഹോസ്പിറ്റലിൽ. ഹാർട്ട് അറ്റാക്കാ? ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് മൂന്നാമത്തെ അറ്റാക്കാ. ആള് മരിച്ചു കാണും. ഏയ്, മരിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇത്തിരി സീരിയസാ. അഖിലാണ്ടേശ്വരി ഉടനെ വിധവാപ്പട്ടം അണിയോ? അതാ എനിക്കറിയേണ്ടത്. അതൊന്നും പറയാൻ പറ്റില്ല പ്രിയങ്കെ. ശിവരാമകൃഷ്ണൻ മരണദൂതന്റെ സ്വർഗരഥത്തിൽ കയറി പറന്ന ചിറകറ്റ പക്ഷിയെ പോലെയാവും തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി. ഒറ്റപ്പെട്ട പക്ഷിക്ക് നേരെ അമ്പെയ്യാൻ വേടൻ എളുപ്പോ. മാനിഷാദ പാടാൻ കവികളാരും വരികയില്ല. എന്തായാലും ആ പക്ഷി ഇപ്പൊ മരപ്പൊത്തിൽ മുട്ടയിട്ട് ഇണയെ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ ഹോസ്പിറ്റലിൽ മൂങ്ങിക്കൊണ്ടിരിപ്പുണ്ട്. കരയുന്നോ? ആര്? അഖിലയോ? അതെ. അഖില ഹോസ്പിറ്റലിലാവുമ്പോ തൃച്ചംബരത്ത് വിളയാടാൻ സുവർണ അവസരമാ. ആന്റി, ഈ ഒരു ഗ്യാപ്പിൽ തൃച്ചംബരത്ത് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താ പ്രിയങ്കെ? ഞാൻ പറയാം. എത്രയും പെട്ടെന്ന് തൃച്ചംബരത്ത് അത് നടപ്പാക്കണം. കാര്യം അവര് വിളഞ്ഞ വിത്ത പച്ച വെള്ളത്തിൽ വരെ ആണിയടിച്ച് കയറ്റും. പക്ഷേ ഈ കാര്യത്തിൽ വിലാസിനാലെ നിരപരാധിയാണ്. നന്ദനയോട് ഈ ക്രൂരത ചെയ്തതറിഞ്ഞേ വിലാസിനാന്റിയെ ദേ എന്റെ ഈ 2 ചെവിക്കുറ്റിക്കും കൈ കൊണ്ട് ഓരോ പൂശുപൂശി. അതിപ്പോ നന്ദനയുടെ അച്ഛൻ നടു ഇടിച്ച് വീഴുന്ന കണ്ടിട്ടേ വിലാസിനാന്റി ജീവശവം പോലെ ആയി. എന്ത് ശവം? ജീവശവം. അയ്യേ, പിന്നെ ആര് പറഞ്ഞിട്ടാ ഈ 4-ാം കിട വെളിച്ചെണ്ണ പരിപാടി ഒരുക്കിയത്? അത് ഒരാള് പറഞ്ഞിട്ടാ. ആ ഒരാൾ ആരാ? അത് തൃച്ചംബരത്ത് ജനിക്കുന്ന ആദ്യത്തെ കുട്ടി ആനന്ദേട്ടന്റേതാകണമെന്നും അതുകൊണ്ട് നന്ദനയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്നും ഒരാള് പറഞ്ഞു. ആ ഒരാളെ എന്തിനാ മാറ്റി നിർത്തുന്നത്? അയാളുടെ പേര് പറ. അതോ അയാൾക്ക് പേരില്ലേ? ആ പേര് പറയുമ്പോഴേ നന്ദന പൊട്ടിത്തെറിക്കരുത്. കോപം കൊണ്ട് ജ്വലിക്കുകയും ചെയ്യരുത്. അവളെ കൊല്ലുകയും അരുത്. കല്യാണി പറഞ്ഞിട്ടാ ഞാനത് ചെയ്തത്. പൊട്ടിത്തെറിക്കുന്നില്ലേ? എന്തോ പൊട്ടിത്തെറിക്കാൻ തോന്നുന്നില്ല. കോപം കൊണ്ട് ജ്വലിക്കുന്നുമില്ലേ? ജ്വലിക്കാനുള്ള തീ അത്ര പോരാ. പക്ഷെ ജയന്തിക്കുള്ളത് ഞാൻ തരും. എനിക്ക് കുഴിമന്തി മതി. കൈമന്തി ഇതിരിക്കട്ടെ.
ഇത് പാവം കല്യാണിക്കെതിരെ ഏഷണി പറഞ്ഞതിന് എന്റെ വക ഒരു പാരിതോഷികം. അയ്യോ, കുറച്ചു നേരം കൂടി നിന്നാ ഒരു പാരിതോഷികം കൂടി തരാം. അതെന്ത് പാരിതോഷികം? അരവിന്ദിന്റെ വക. അത് കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും. അയ്യോ വേണ്ട, ഞാൻ ഇത് കൊണ്ട് തൃപ്തിപ്പെട്ടോളാം. അത്യാഗ്രഹം പാടില്ലല്ലോ, പൊക്കിൽ ഒതുങ്ങുന്നത് കൊത്താവുന്ന അമ്മ പറഞ്ഞിട്ടുള്ളത്. അതും കൂടെ താങ്ങാനുള്ള ശേഷി എനിക്കില്ല. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ. ഗുഡ് നൈറ്റ്. പോര്. എന്റെ ദൈവങ്ങളെ, ശിവരാമ സാറിന് ഒരു ആപത്തും വരുത്തല്ലേ. ഇപ്പൊ ഉണ്ടായ അസുഖം എത്രയും പെട്ടെന്ന് മാറണം. ഒരു കുഴപ്പവും വരുത്തരുത്, ഞങ്ങളെ പരീക്ഷിക്കരുതേ. സർവേശ്വര ഭഗവാനെ, അദ്ദേഹത്തിനൊന്നും വരുത്തരുത്. ഒരു വാക്കുകൊണ്ട് പോലും ആരെയും നോവിക്കാത്ത ആളെ ശിവരാമ സാർ. എത്രയും പെട്ടെന്ന് അസുഖം ഭേദമാക്കണേ. അച്ഛാ, അവരെത്തിയല്ലോ. അച്ഛാ അവിടെ ഇരിക്കും.